നമസ്കാരം. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണാധികാരികളിൽ ഒരാളാണ് സഖാവ് പിണറായി വിജയൻ എന്നാണ് കമ്മ്യൂണിസ്റ്റ് ലോകത്തുള്ള വിലയിരുത്തൽ. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിങ് പിങ് കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. ക്യൂബയിലും വിയറ്റ്നാമിലുമൊക്കെ പേരിന് വേണ്ടി കമ്മ്യൂണിസം ഉണ്ടെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുടെ തനി സ്വഭാവം കാട്ടുന്ന അധികാരം ഉപയോഗിക്കുന്ന രണ്ട് ഭരണാധികാരികളെ ഇപ്പോഴുള്ളൂ. അത് ഷീ ജിങ് പിങ്ങും പിണറായി വിജയനുമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ടൂറ് പോകുന്നത്, പ്രത്യേകിച്ച് കുടുംബത്തോടൊപ്പം ടൂറ് പോകുന്നത് അനുചിതമാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിനെ റിവിഷനിസം എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയാണ് വേണ്ടത്. മുഖ്യമന്ത്രി ഒരു മനുഷ്യനാണ്. കാലം മാറി വരുമ്പോൾ ഭാര്യയോടും മക്കളോടും കൊച്ചുമക്കളോടുമൊക്കെ ടൂറടിക്കാൻ പോകുന്നതിൽ അനുചിതമായി ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര ഇപ്പോൾ ഇങ്ങനെ ചർച്ചയാകുന്നതിന് പിന്നിൽ കമ്മ്യൂണിസ്റ്റ് വിരോധികളുടെ കുത്തിത്തിരിപ്പാണ് എന്ന് പറയേണ്ടി വരും. എന്തവസ്ഥയാണ് നമ്മുടെ കമ്മിക്കൂട്ടങ്ങളുടേത് എന്നോർക്കുക. ഇന്ന് രാവിലെ മാതൃഭൂമിയിലും മറുനാടനിലുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്തേക്ക് പോയി എന്ന വാർത്ത ചെറുതായെങ്കിലും വരുന്നത്. അതും വ്യക്തതയോടെ ആയിരുന്നില്ല. രാവിലെ മുഖ്യമന്ത്രി എമിറേറ്റ്സിൽ കയറി ദുബായിക്ക് പോയതുകൊണ്ട് മുഖ്യമന്ത്രി ദുബായിക്ക് പോയി എന്നായിരുന്നു വാർത്ത. അതിനുശേഷമാണ് ഇവിടുത്തെ പാർട്ടി വൃത്തങ്ങൾ പോലും അറിയുന്നത്. എന്നാൽ പിന്നീട് ആ യാത്രയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നു. മുഖ്യമന്ത്രി കേവലം ദുബായിക്കൊരു യാത്ര നടത്തിയതല്ല, ഏതാണ്ട് 16 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഫാമിലി ടൂറാണ്. ആദ്യം യാത്ര ചെയ്യുന്നത് ഇന്തോനേഷ്യയിലേക്കാണ്, അതിനുശേഷം സിംഗപ്പൂരിൽ, അതിനുശേഷമാണ് UAE വന്ന് ടൂറടിക്കുന്നത്. മുഖ്യമന്ത്രി ഇന്ന് രാവിലെയാണ് പുറപ്പെട്ടതെങ്കിൽ 3 ദിവസം മുമ്പ് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണയും മരുമകൻ മുഹമ്മദ് റിയാസും പുറപ്പെട്ടിരുന്നു. അവരുടെ ടൂറ് 19 ദിവസമാണ്. അവർ 3 ദിവസം ദുബായിൽ തങ്ങി യാത്രയുടെ എല്ലാ തയ്യാറെടുപ്പുകളും നടത്തി. എന്നിട്ട് ഇന്ന് മുഖ്യമന്ത്രി വരുമ്പോൾ ഒരുമിച്ചാണ് ഇന്തോനേഷ്യയ്ക്ക് പോകുന്നത്. 16 ദിവസം നീണ്ടു നിൽക്കുന്ന ടൂറ്. ഒരു ഭരണാധികാരിയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളും ടൂറടിക്കുന്നതിൽ എന്താണ് ഇത്ര കുഴപ്പമെന്ന് ചിലരെങ്കിലും ചോദിച്ചെന്ന് വരാം. ഒരു കുഴപ്പവുമില്ല. അമേരിക്കൻ പ്രസിഡൻ്റ് ആണെങ്കിലും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണെങ്കിലും ഇങ്ങനെ ടൂർ അടിക്കാറുണ്ട് കുടുംബത്തോടൊപ്പം. അങ്ങനെ ചെയ്തില്ലെങ്കിൽ മാത്രമേ അവിടെയുള്ള ജനത അവർ കുറ്റം പറയാറുള്ളൂ. എന്നാൽ ഈ ടൂർ അടിക്കുന്നത് ആരുടെ ചെലവിലാണ് എന്നതും ആരൊക്കെയാണ് ഈ ടൂർ സംഘത്തിൽ ഉൾപ്പെട്ടത് എന്നതും ശ്രദ്ധേയമാണ്. മുഖ്യമന്ത്രി 24 മണിക്കൂറും മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ഏത് രാജ്യത്തേക്ക് യാത്ര പോയാലും ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് അതാത് രാജ്യങ്ങളിലെ അംബാസഡർമാർക്ക് അലേർട്ട് പോകും. അവരുടെ ബാധ്യതയാണ് അദ്ദേഹത്തിൻ്റെ യാത്ര അറേഞ്ച് ചെയ്യുകയും ചെലവ് വഹിക്കുകയും ഒക്കെ. ആ ചെലവിൻ്റെ ബില്ല് പിന്നീട് അതാതിടങ്ങളിലെ എംബസിക്ക് അതാത് സംസ്ഥാനത്തിന് അവർ കൊടുക്കേണ്ടി വരും. ഇവിടെ മുഖ്യമന്ത്രിയും മകൾ വീണയും കൊച്ചുമകനും വീണയുടെ ഭർത്താവ് മുഹമ്മദ് റിയാസും അടക്കം വലിയൊരു സംഘം തന്നെയാണ് ടൂറടിക്കുന്നത്. മുഖ്യമന്ത്രിയും ഭാര്യയും കൊച്ചുമകനും ഇന്നൊരുമിച്ച് പോയപ്പോൾ മകളും ഭർത്താവും 3 ദിവസം മുമ്പ് തന്നെ പോയിരുന്നു. ഇവരുടെ യാത്രാ ചെലവ് നമ്മുടെ നികുതി പണത്തിൽ നിന്ന് തന്നെ ചെലവാകും എന്നത് തന്നെയാണ് ഇതിലെ ഏറ്റവും ഖേദകരമായ കാര്യം. ഇന്ന് മുഖ്യമന്ത്രി ദുബായിൽ പോയി ഇറങ്ങിയാൽ അവിടെ തങ്ങുകയില്ല. അവിടെ നിന്നും കണക്ഷൻ ഫ്ലൈറ്റിൽ നേരെ ഇന്തോനേഷ്യയിലേക്ക് പോകും. മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നത് എക്കണോമിക് ക്ലാസ്സിലോ ബിസിനസ് ക്ലാസ്സിലോ അല്ല, ഫസ്റ്റ് ക്ലാസ്സിലാണെന്ന് ഓർക്കണം. നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് രാജാക്കന്മാരെ പോലെ യാത്ര ചെയ്യുന്നത് ഫസ്റ്റ് ക്ലാസ്സിൽ. കൊച്ചിയിൽ നിന്നും നേരിട്ട് ഇന്തോനേഷ്യയിലേക്ക് ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് കിട്ടാത്തത് കൊണ്ടാണ് ദുബായിൽ ഇറങ്ങി അവിടെ നിന്നും ഫ്ലൈറ്റ് ചേഞ്ച് ചെയ്യുന്നത്. അവിടെ വെച്ചാണ് മകളും മരുമകനും ഒപ്പം കൂടുന്നത്. ഇന്ന് മുതൽ 12-ാം തീയതി വരെ 6 ദിവസം ഇന്തോനേഷ്യയിലാണ്. ഇന്തോനേഷ്യയിൽ എവിടെയാണ് മുഖ്യമന്ത്രിയുടെ താവളമെന്ന് ആർക്കും അറിയില്ല. ബാലിയിലാവാനാണ് സാധ്യതയെന്നാണ് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ലോകത്തെ ഏറ്റവും ആഡംബര സൗകര്യങ്ങളുള്ള ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് ബാലി. അവിടുത്തെ 5 നക്ഷത്ര സൗകര്യങ്ങളുള്ള റിസോർട്ടിൽ അതിസമ്പന്നരായ മനുഷ്യർ പതിവായി ഒഴിവുകാലം ആഘോഷിക്കാൻ എത്തുന്നു. അവിടെയാണ് നമ്മുടെ മുഖ്യമന്ത്രി ജീവിതം ആസ്വദിക്കാൻ പോകുന്നത്. 12-ാം തീയതി നേരെ സിംഗപ്പൂരിലേക്ക് പോകും. സിംഗപ്പൂരിൻ്റെ സുഖശീതളമയിൽ 12 മുതൽ 18 വരെ തുടരും. 19-ാം തീയതി മുഖ്യമന്ത്രിയും സംഘവും ദുബായിലെത്തിയാൽ പിന്നെ 2 ദിവസം 21-ാം തീയതി വരെ UAE-ലാണ്. 2-ാം തീയതി മുതൽ 5-ാം തീയതി വരെ മുഖ്യമന്ത്രിയുടെ മകളും മരുമകനും UAE-യിൽ തങ്ങിയതൊഴിച്ചാൽ ബാക്കി തീയതികളെല്ലാം
ഒരുമിച്ച് തന്നെയാണ്. ഖജനാവിലെ പണമെടുത്തുകൊണ്ട് ഇവർ ടൂറടിക്കുന്നു എന്നത് മാത്രമല്ല, കേരളം സമാനതകളില്ലാത്ത ദുരന്തങ്ങളെ നേരിടുമ്പോൾ മുഖ്യമന്ത്രി ഇങ്ങനെ ആർക്കും ചുമതല പോലും ഏൽപ്പിക്കാതെ ഒളിച്ചോടിയാൽ എന്തു ചെയ്യും എന്ന ചോദ്യവും ബാക്കിയാണ്. അങ്ങനെയെങ്കിൽ പിന്നെ ഇവിടെ ഒരു മുഖ്യമന്ത്രിയുടെ ആവശ്യം എന്താണ്? ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ വേനലിലേക്കാണ് കേരളം നീങ്ങുന്നത്. മനുഷ്യർ തെരുവിൽ ചൂടേറ്റ് വീണ് മരിക്കുന്നു. വളർത്തുമൃഗങ്ങളും ചത്തൊടുങ്ങുന്നു. കൃഷി സംരക്ഷിക്കാനാവാതെ നശിച്ചു തുടങ്ങിയിരിക്കുന്നു. കുടിവെള്ളമില്ലാതെ സാധാരണ മനുഷ്യർ നെട്ടോട്ടമോടുകയാണ്. വൈദ്യുതി ക്ഷാമവും അതിനിടയിൽ രൂക്ഷമായിരിക്കുന്നു. KCB ജനങ്ങളുടെ പുറത്ത് എല്ലാ പാപഭാരവും വെച്ച് കൈയൊഴിയാൻ ശ്രമിക്കുന്നു. അങ്ങനെ കേരളം ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഏറ്റവും വലിയ ദുരന്തത്തെ നേരിടുമ്പോഴാണ് മുഖ്യമന്ത്രി തൻ്റെ കുടുംബാംഗങ്ങളോടൊപ്പം ടൂറടിക്കാനും ആനന്ദിക്കാനും പോകുന്നത് എന്നത് ശ്രദ്ധേയമായ കാര്യമാണ്. ചൂട് കനക്കുകയും ഈ നാട്ടിൽ എന്തെങ്കിലും സംഭവിക്കുകയും ചെയ്താൽ ഒരു തീരുമാനമെടുക്കാൻ പോലും ഇവിടെ ആരുമില്ല. 16 ദിവസം വിട്ടുനിൽക്കുമ്പോൾ അടിയന്തര സാഹചര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള അവകാശം മറ്റൊരാൾക്ക് വിട്ടു നൽകാനുള്ള വിശ്വാസം പിണറായിക്ക് ആരിലും ഇല്ലാത്തതുകൊണ്ട് അതും സാധ്യമല്ല. ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല മുഖ്യമന്ത്രിക്കാണെന്ന് ഓർക്കണം. ഈ നാട്ടിൽ എന്തു സംഭവിച്ചാലും അതിൻ്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി കുടുംബസമേതം ടൂറടിക്കുമ്പോൾ ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തെ വിളിച്ചിട്ട് ഒരു തീരുമാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ കഴിയുക? കൊടും വേനലിനെ നേരിടേണ്ട ദുരന്ത നിവാരണ വകുപ്പിൻ്റെ ചുമതലയും മുഖ്യമന്ത്രിക്ക് തന്നെയാണ്. ഖജനാവിൽ പണമില്ലാത്തത് വേറൊരു സാഹചര്യം. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നാട് ശ്വാസം മുട്ടുമ്പോൾ, മരണവെപ്രാളത്തിൽ പിടയുമ്പോഴാണ് മുഖ്യമന്ത്രിയും കുടുംബാംഗങ്ങളും നമ്മുടെ ഖജനാവിലെ പണമെടുത്ത് ദൂർത്തിൻ്റെ ഈ തീർത്ഥയാത്ര നടത്തുന്നത്. ഇതിനൊക്കെ ഓശാന പാടാനും കൈയടിക്കാനും ബലേഭേഷ് പറഞ്ഞ് ഞങ്ങൾ തൊഴിലാളി വർഗ സർവാധിപത്യ പാർട്ടിയാണ്, ഞങ്ങൾ ദിനേശ് ബിഡിയും പരിപ്പുവടയും കഴിച്ചാണ് ഇങ്ങനെയൊക്കെ ആയത്, ഇതൊക്കെ റിവിഷനിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വിരോധമാണ് എന്നൊക്കെ പറഞ്ഞ് ആശ്വസിക്കാൻ ശ്രമിക്കുന്ന അടിമബുദ്ധികളായ കമ്മിക്കുട്ടങ്ങളെ ഓർത്ത് മാത്രമാണ് സഹതാപം തോന്നുന്നത്.